room. Please don't judge me because I believe എല്ലാ നീറ്റ് ആസ്പിറൻ്റെ റൂം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബുക്ക്. ഈ ആക്ച്വലി ബെഡ് ഫുൾ ബുക്കായിരുന്നു. ബട്ട് ഞാൻ എക്സാമിൻ്റെ ഒരു 2 days മുമ്പ് ബുക്കെല്ലാം എടുത്ത് താഴെ കൊണ്ടുവന്ന് താഴെ എഴുതുന്ന പഠിച്ചുകൊണ്ടിരുന്നു. ബിക്കോസ് പെട്ടെന്ന് പോകാമല്ലോ. അപ്പോൾ ആ ബുക്കൊക്കെ ഇനി മുകളിൽ കൊണ്ടുവരണം. ആൻഡ് ഇതെല്ലാം ഞാനൊരു വലിയൊരു പേസ് ബോർഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ടിൽ June 15 അത് കഴിഞ്ഞ് ബാക്കി ചെയ്യാം. സോ ഇവിടെയാണ് ഞാൻ ഇരുന്ന് പഠിച്ച കട്ടിലിരിക്കും. ഇവിടെ പഠിച്ച മെസ് ഐ ബിലീവ് ഇന്ന് ഇതെല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം. സോ യാ, ഇനി ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ഫസ്റ്റ് ഈ ബുക്സ് എല്ലാം ഒന്ന് അടുക്കി പേസ് ബോർഡിലോട്ട് വയ്ക്കണം. അതിപ്പോൾ ഇവിടെ ആയിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്നൊരു 3 weeks ago എന്തോ വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ ദൈവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ആകെ അലങ്കോല കിടക്കുക. പിന്നെ എൻ്റെ പാണ്ട ബുക്ക്, മോർ ബുക്സ്, ലാമ്പ്. പിന്നെ ഈ ബാഗ്സ് ആക്ച്വലി ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എനിവേസ് ഈ ബാഗ് ആക്ച്വലി ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ കൊണ്ടുപോയ ബാഗ്സാണ്. ഓരോ സാധനങ്ങൾ ഇടാനൊക്കെ എനിക്ക് ഇതെല്ലാം സോർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ഇത് ആക്ച്വലി എൻ്റെ മെഡിസിനൽ എന്താ പറയുക പൗച്ചാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നത് ആക്ച്വലി എൻ്റെ റൂംമേറ്റ് നന്ദന. അവിടെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുത്തപ്പോൾ അവൾ എനിക്ക് ഇതുപോലത്തെ 3 പൗച്ച് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ പൗച്ച് ഞാൻ എൻ്റെ മെഡിസിൻസ് വയ്ക്കാൻ വേണ്ടി എടുത്തു. മൈഗ്രെയിൻ പിൽസ്, ഇത് മൈഗ്രെയിൻ കൂടുമ്പോൾ കഴിക്കാനുള്ള, എനിക്ക് കാണിക്കാവുമെന്ന് അറിയത്തില്ല. പിന്നെ മൈഗ്രെയിൻ അയൺ ടാബ്ലറ്റ്, മൈഗ്രെയിൻ തന്നെ കൂടുതലും. അതായത് സോ മെഡിസിനൽ കിറ്റല്ല, സർവൈവൽ കിറ്റ്. മൈഗ്രെയിൻ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ത്രൂ ഔട്ട് നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ലൈഫ് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 1 week ഇങ്ങനെ മൈഗ്രെയിൻ വന്നു. ആകെ പ്രശ്നം, പാനിക്കായി, കരച്ചിലായി, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളൊരു ന്യൂറോളജിനെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോയി പില്ലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പില്ല് ഭയങ്കര സൈഡ് എഫക്ട്സ് ഉള്ള പില്ലായിരുന്നു. എല്ലാ പിൽസും നമ്മൾ ഗൂഗിൾ അടിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ അതിന് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഓൾറെഡി എനിക്ക് ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും ഐ വാസ് ലൈക്ക് ഓക്കെ, എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തു. ഇനിഷ്യലി വന്ന പ്രോജക്ട്സ്, എൻ്റെ ഹെൽത്ത്, ഫിസിക്കൽ, മെൻ്റൽ, എൻ്റെ സ്കിന്നൊന്നും നോക്കാറിയില്ല. അപ്പോൾ അതൊക്കെ സാക്രിഫൈസ് ചെയ്തു. പിന്നെ ഇതും കൂടെ എന്തിനാ എന്നുള്ള രീതിയിലായിരുന്നു. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനിയിപ്പോൾ 3 മാസമില്ല, അത് കഴിഞ്ഞ് അങ്ങ് നിർത്താം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങി. പക്ഷെ ആ തുടങ്ങിയ സമയത്താണ് എൻ്റെ വെയിറ്റിൽ ഭയങ്കരമായിട്ടുള്ള സ്പൈക്ക് ഉണ്ട്. വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് തന്നെ സഫോക്കേഷൻ വന്നു. എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് ചെറുതാവാൻ തുടങ്ങി. പിന്നെ കുഴപ്പമില്ല, ഒരു 3 മാസം കൂടെ അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അതിന് ശേഷം അലിയൻസിൽ പോയായിരുന്നു ഒരു എപ്പിസോഡിന് വേണ്ടി. അപ്പോൾ ആ എപ്പിസോഡ് വന്നപ്പം അത് കണ്ടപ്പോൾ എനിക്കും ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്തു. വരെ അത്രയും ഇപ്പോഴും വണ്ണം ഉണ്ട്, ആ വണ്ണം ഇപ്പോഴും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ പില്ലെടുക്കൽ നിർത്തി. ഇനിയിപ്പോൾ എക്സസൈസൊക്കെ ചെയ്ത് കുറയ്ക്കണം. പിന്നെ നമ്മൾ നീറ്റിൻ്റെ സമയത്ത് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുക, പഠിക്കുക, ഇത് തന്നെയല്ലേ. അപ്പോൾ കുറേ പേര് അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചു തൈറോയിഡ് ഉണ്ടോ, അതോ PCOD എന്തെങ്കിലും ഉണ്ടോ. കാര്യം കഴുത്ത് വീങ്ങിയിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ കഴുത്ത് ഓൾറെഡി ഒരു വീങ്ങലുണ്ട്. എൻ്റെ ഹെറിഡിറ്ററി ആയിട്ട് ഒരു വീങ്ങലുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ പേര് തൈറോയിഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് ഒന്നുമില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. അപ്പം വണ്ണവും കൂടെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെയൊക്കെ ഈ പാർട്ടൊക്കെ പെട്ടെന്ന് വണ്ണം വയ്ക്കും. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല, ആരും വണ്ണമല്ലേ, അത് കൂടും കുറയും, ഫ്ലക്ച്വേറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമില്ലല്ലോ. സോ ഇറ്റ് ഹാപ്പൻസ്. ബട്ട് എന്നാലും ഐ തോട്ട് ഓക്കെ, കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, അത് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ആ 3 മണിക്കൂർ ലൈഫിൽ മറക്കാൻ പറ്റാത്ത 3 മണിക്കൂറാണ്. ടു ബി ഓണസ്റ്റ് ഞാൻ പാനിക്കായിപ്പോയി. കാര്യം എനിക്കറിയത്തില്ല ടോട്ടലി ഇത് ടഫാണെന്നൊന്നും. ഞാൻ ആ സമയത്ത് ചിന്തിക്കണമൊക്കെ എനിക്കാ ടഫ്, എനിക്ക് എൻ്റെ മൈൻഡിന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നെനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ തോന്നാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരിക്കലും പാനിക് ആവത്തില്ല, ഉള്ളത് നല്ലോണം എഴുതുമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷേ പിന്നെ ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ഫെയർ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല അതിനോ. എന്നാലും എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ്, അലിയൻസ് ഫാമിലി, മഞ്ജു അമ്മയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൊന്നെ വിഷമിക്കണ്ട. എല്ലാവരെയും കമൻറ്റ്സ് ഞാൻ വായിച്ചു, എല്ലാവരെയും ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇങ്ങനെയൊക്കെയല്ലേ ലൈഫ്.
പിന്നെ പിന്നെ നീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഇത്രയും നാൾ എന്ത് വന്നാലും മെയ് കഴിയട്ടെ, മെയ് 4 കഴിയട്ടെ, മെയ് 4 കഴിയട്ടെ, മെയ് കഴിയട്ടെ, ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ മെയ് 4 കഴിഞ്ഞു. എനിക്ക് ഒരുപാട്, ഞാനൊരു വർഷമായിട്ട് സീരീസ് ഒന്നും കാണില്ല, ഞാനൊരു സീരീസ് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പം ഒരുപാട് സീരീസ് ഉണ്ട് കാണാൻ, ഒരുപാട് ബുക്കുണ്ട് വായിക്കാൻ. പക്ഷെ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഒരു എംപ്റ്റിനെസ്, ഒരു കൺഫ്യൂസ്ഡ്, ഒരു പോകാമയോ ഒക്കെ മൈൻഡ് മൊത്തവും. അപ്പം തോട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോവും. ലൈക്ക് ഇങ്ങനെ ചുമ്മാ ടി വിയും ഫോണും ഇങ്ങനെ ജസ്റ്റ് മൈൻഡ്ലെസ്ലി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമാതിരി ആയിപ്പോവും. സോ ഐ തോട്ട് ഓക്കെ, ഐ ഷുഡ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു സംതിങ്. അപ്പം ഞാൻ വിചാരിച്ചൊക്കെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവ് ആയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 15-ാം തീയതി ഷൂട്ടുണ്ട്, അത് ഭയങ്കര റിലാക്സേഷനാണ്, എല്ലാവരെയും കാണാം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇവിടെയൊക്കെ വൃത്തിയാകണം, ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോ ബുക്കെല്ലാം പാക്ക് ചെയ്ത് വെക്കാം. ജൂൺ 15-ന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതാണ് പേസ് ബോർഡ്, ബിഗ്. ഇതിൻ്റെ അകത്ത് വേണം ബുക്കെല്ലാം ഇറക്കി വയ്ക്കാം. യെസ്, അപ്പോൾ നമ്മളിവിടെ പേസ് ബോർഡ് കൊണ്ടുവച്ചു. എൻ്റെ ISC ബയോളജി ബുക്ക് പറയുമ്പോൾ ഐ വിൽ ഷോ യു. കമ്പയറിങ് ടു NCERT, നമ്മുടെ 2 NCERT ഇത്രയേ ഉള്ളൂ. പക്ഷേ ISC 11th ടെസ്റ്റാണിത്. ഇറ്റ് ഹാസ് എവറിത്തിങ്. പക്ഷേ ഞാൻ ഇത് എന്താ പറയുക, 11th and 12th ഇത് മര്യാദയ്ക്ക് പഠിച്ചില്ല. മര്യാദയ്ക്കെന്നല്ല, ഇതൊന്നും ഞാൻ പഠിച്ചില്ല. 11th and 12th പല ചാപ്റ്റേഴ്സ് ഞാൻ എൻട്രൻസിന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ. ഓക്കെ, എനിവേ അത് ഇത്രയും വെച്ചു. ആൻഡ് ഇതാണ് എൻ്റെ 11th and 12th ഉണ്ടായിരുന്ന ഒരു ഡയറി. ഐ വിൽ ഷോ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. ഇതെന്താ, ഇത് ആക്ച്വലി എനിക്ക് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ISC എടുത്തത് തന്നെ ഐ വുഡ് സേ ലിറ്ററേച്ചറിന്. എനിക്ക് 10th ലും 12th ലും ഇംഗ്ലീഷ് നല്ല മാർക്ക്. അപ്പോൾ ലിറ്ററേച്ചറിന് വേണ്ടി ഞാൻ ISC എടുത്തതാണ്. കാര്യം എനിക്ക് ഡ്രാമ പഠിക്കണം. നമുക്ക് ടെമ്പസ്റ്റ് ആയിരുന്നു 10th മെർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ഡ്രാമ പഠിക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്, വായിക്കാനായാലും സിനിമ, സീരീസ്. ഓക്കെ, അപ്പം ഐ യൂസ് ടു റൈറ്റ് പോയംസ് ആൻഡ് ഓൾ. ഇപ്പം ടച്ചൊക്കെ പോയി, ഒരു വർഷം തൊട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് ഞാൻ 12th എൻ്റെ ക്ലാസ് ടീച്ചർ നിഷ ടീച്ചറാണ്. അപ്പോൾ നിഷ ടീച്ചറിന് വേണ്ടി ഞാൻ എഴുതിയൊരു പോയമാണ്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി അല്ലേ, ലൈക്ക് മെയിൻ ടീച്ചർ വന്ന് കൊടുത്തു. ഇതല്ലാതെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ വച്ചേക്കുന്നത്. എനിവേസ്, പിന്നെ ഇത് ജസ്റ്റ് റാൻഡം ബോറിങ് പരിപാടീസ്. അന്ന് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ ബുക്ക്. അപ്പം ഇത് യൂസ് ചെയ്ത് ഞാൻ വായിച്ച ബുക്കൊക്കെ എഴുതിയതാണ്. ഇതൊക്കെ പിൻട്രസ്റ്റ് നോക്കി വരച്ചായിരുന്നു. ആ സമയത്ത് ഫ്രീ ആയിരുന്നപ്പോൾ കുഞ്ഞു പിള്ളേർ ചെയ്യുന്ന പോലത്തെ. ഇത് പോയംസ് എന്തൊക്കെ എഴുതിയതാണ്. അതങ്ങനെ ഇതിനെ ഫില്ല് ചെയ്യണം. ഇതോടെ ഇരിക്കട്ടെ. ആൻഡ് എനിക്കൊരു ഗിഫ്റ്റ് തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് ശ്രീനന്ദ അല്ല, മൈ അതർ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക്, ദ പ്രോഫറ്റ്. ജസ്റ്റ് ലവ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഇത് എവിടെ പോയാലും എൻ്റെ കൂടെ എടുക്കും, ചുമ്മാ വായിക്കാൻ വേണ്ടി. ഖലീൽ ജിബ്രാൻ. ആൻഡ് ഇതെന്താ, ഇത് ഫീസ് റെസീപ്റ്റ്സ് ആൻഡ് ഓൾ. ഇതെൻ്റെ ചേട്ടൻ്റെ, അവൻ ടൂർ പോയപ്പോൾ എടുത്തതാണ്. സംഭവം ഇതെൻ്റെ കയ്യിലിരുന്നു. പിന്നെ ഞാൻ സൂക്ഷിച്ചു, ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയതാണ് ഹോസ്റ്റലിൽ. ആൻഡ് ദിസ് ഈസ് മൈ പേഴ്സണൽ ഡയറി. ഞാൻ ദിസ് ഈസ് മൈ പേഴ്സണൽ ഡയറി. ചുമ്മാ വല്ലപ്പോഴൊക്കെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ടാക്കണം. കം വിത്ത് മീ. DPPs. തൽക്കാലം ഇതൊക്കെ ഇട്ടിരിക്കട്ടെ. അപ്പം ഞാനിത് മൊത്തവും
ആക്കിയിട്ട് വീഡിയോ എടുക്കാം. ഇടയ്ക്ക് അമ്മ പച്ചമാങ്ങ ജ്യൂസ്, അമ്മ ഇപ്പോൾ ഭയങ്കര എക്സ്പീരിമെൻറ്റ്സ് ഒക്കെയാണ്, ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അങ്ങനെ ഫൈനലി എല്ലാം ഒതുക്കി. ഇനി ഇവിടെ കുറച്ച് ഡ്രസ്സസ് ഉണ്ട് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നേ, ഒരുപാട് ഡ്രസ്സസ് ഉണ്ട്, പക്ഷെ ഇടാൻ നോക്കിയാൽ ഒന്നുമില്ല. ഇതെല്ലാം പിന്നെ ഒരു ദിവസം സോർട്ട് ഔട്ട് ചെയ്യണം. തൂത്തു തുടച്ചു, ഇവൻ ഫാൻ വരെ തുടച്ചു, ഷീറ്റ് മാറ്റി, ബുക്കെല്ലാം തൽക്കാലത്തേക്ക് പേസ്റ്റ് ബോർഡ് വെച്ചു. സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റഡി ടേബിൾ എൻ്റെ ചേട്ടൻ്റെ റൂമിലാക്കി, അതാ കുറച്ചുകൂടെ വലിയ റൂം. പിന്നെ ഇവിടെ ഒക്കെ തൽക്കാലത്തേക്ക് ഒതുക്കി. ഇനി ആ 3 ബാഗ് ഓർഗനൈസ് ചെയ്യണം, അത് ഓരോ ദിവസം ചെയ്യാം. ബട്ട് ഇപ്പോൾ എനിക്ക് ജീവിക്കാം ഇവിടെ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആക്കി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി പതുക്കെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. ഇറ്റ് ലുക്ക് സോ ഡൾ. എൻ്റെ ഇത് കണ്ടോ, ഈ ലൈറ്റ് കംപ്ലൈൻറ്റ്, അതിനി മാറ്റണം. അതുകൊണ്ടൊരു വെളിച്ചക്കുറവുണ്ട്. ഈ ഒരു ലൈറ്റിലാണ് ഞാൻ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. പിന്നെ ഇനി ഇത് പതുക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. ഇറ്റ് ടേക്സ് ടൈം, ബട്ട് യാ ഇറ്റ് ലുക്സ് ഓക്കെ നൗ. സക്സസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ വേറെ സാധനം നമുക്ക് കാണിച്ചു തരാം, വേറെ 2 സാധനം കാണിച്ചു തരാം ബിഫോർ വൈൻഡിങ് അപ്പ്. ദിസ് ഈസ് മിസ്റ്റർ ചേച്ചി, നമ്മുടെ ഗാലക്സി ഹോസ്റ്റലിലെ ഫേമസ് ആളായിരുന്നു. വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ നോക്കത്തില്ല, ഇവനെ വന്ന് ഹായ് പറഞ്ഞ് 2 തട്ടൊക്കെ കൊടുത്തിട്ട് പോകും. വരുന്നു, 2 പേര് തട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് കളർ ഷിറ്റ്. ഓക്കെ, ഇവൻ കളർ മാറുമ്പോഴത്തേക്ക് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. വെയിറ്റ്, ഇപ്പോൾ കളർ മാറും. ഓക്കെ അമ്മേ, യാ ബ്ലൂ. ഗുഡ് ബോയ്. ഓക്കെ ചേച്ചി, ഗോ ടു സ്ലീപ്പ്. ടാറ്റാ. ഓക്കെ, ദിസ് ഇസ് ചേച്ചി. ആൻഡ് ഓൾസോ ദിസ്, നല്ല രസമില്ല ഇത്, ഇതെനിക്ക് മഞ്ജോമ്മ തന്നതാണ് സാധനം. സോ യാ, പിന്നെ ഇതാണ് എൻ്റെ അനന്തർ സർവൈവ് ചെയ്യാനുള്ള സാധനം, മൈഗ്രെയിന് വേണ്ടി. ഇതിന് ആക്ച്വലി ഒരു ഇതുണ്ടായിരുന്നു, ഞാനത് ഇളക്കി കളഞ്ഞു. പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവാണ്, കൈൻഡ് ഓഫ് ആക്സ് ഓയിൽ പോലെയാണ്. പക്ഷെ മൈഗ്രെയിൻ വരുമ്പോൾ ഇതിടുമ്പം പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് കിട്ടും. ചില മൈഗ്രെയിൻസ് ഒക്കെ വരുന്ന ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്, ബട്ട് യാ. പക്ഷെ ഇതെന്തോ റൈബോ വേപ്പറോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര്. യാ, എനിവേസ്, അപ്പോൾ അതൊക്കെയാണ്. സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര വർക്കായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇത് വളരെ കുഞ്ഞു വ്ളോഗാണ്. സംഹൗ ഐ ഫീൽ പ്രൊഡക്റ്റീവ്. വ്ളോഗും എടുത്ത് മുറി വൃത്തിയാക്കി. ഓ മൈ ഗോഡ്, ഇത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബട്ട് സംഹൗ ഐ നൗ ഫീൽ പ്രൊഡക്റ്റീവ്. സോ ഐ എം ഹാപ്പി. അപ്പോൾ ടാറ്റാ, ബൈ.